गया ना वो? नहीं 7 आदमी नहीं है, 3 आदमी। क्या हुआ? क्योंकि इधर रुक गया ना സച്ചു മണാലി റൈറ്റ് മാഹി ടോസ്കോർ ഉപ്ഷി. ഞാൻ പറഞ്ഞു വൈകുന്നേരം വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചോടെ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഈ വഴി കൂടെ വന്ന് ഈ വഴി കയറി. ഇതാണ് ലേ മണാലി ഹൈവേ. പാങ് 42 കിലോമീറ്ററിൻ്റെ ഇവിടുന്ന് പാങ്. അപ്പോൾ കുറച്ച് നേരമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫ് റോഡിൽ കൂടിയായിട്ട് പോണത് കണ്ടില്ല. ലോറി വരണം കണ്ടില്ലേ? ഉള്ള പൊടിയൊക്കെ പാറിച്ചിട്ടാണ് ലോറി വരണത്. എങ്ങനെയുണ്ട്? നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊക്കെ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. ബാക്കിയുള്ള പൊടിയൊക്കെ നമ്മുടെ മേത്തേക്കാണ്. ഈ പറക്കണ പൊടിയൊക്കെ നമ്മുടെ മേത്തേക്ക് തന്നെയാണ് വന്നത്. നമ്മളിന്ന് ജിസ്പേയിലെത്തണം, അതാണ് പ്ലാൻ. നമ്മളെന്തായാലും ഇപ്പോൾ സമയം 3:50 4 മണിയായി എന്ന് പറയാം. അപ്പോൾ ഏകദേശം ഈ 2-3 മണിക്കൂർ കൂടി ഉണ്ട്. അപ്പോൾ 5, 6, 7, 8 മണിക്ക് ആവുന്നുണ്ട് ജിസ്പ എത്താൻ. അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ ആവും തോന്നുന്നുണ്ട്, അറിയില്ല. നമുക്ക് ജിസ്പേയിലെത്തിയാൽ മതി. ജിസ്പേയിലെത്തിയാൽ പിന്നെ ഒരു പ്രശ്നമില്ല. കാരണം നമ്മുടെ ഈ ആൾട്ടിറ്റ്യൂഡും ഓക്സിജൻ്റെ പ്രശ്നവും പെട്രോളിൻ്റെ പ്രശ്നവും ഒക്കെ കഴിയും. അതായത് ജിസ്പേയിലെത്തിയെന്നുണ്ടല്ലേ. ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ ഒരു വീഴ്ച കാണട്ടെ. ചളിയാണ്. ഒരു വാട്ടർ ക്രോസിംഗ് ഉണ്ട്. ചളിയും ഓയിലും ഒക്കെ കൂടി മിക്സ് ആയിട്ടാണ് അവിടെ കിടക്കുന്നത്. നമ്മൾ പോകുമ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ട് പോയത്. അപ്പോൾ എന്താ സീൻ വെച്ചാൽ ഇപ്പോൾ സമയം ഏകദേശം 6:45 ഉണ്ട്. നമ്മൾ 3 ബൈക്കോട്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചായ ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ്. സച്ചുവിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഞാനിത് റെയിൻകോട്ട് ലൈനറൊക്കെ ഇട്ടുണ്ട് റൈനോക്സിൻ്റെ. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് 80 കിലോമീറ്റർ ഉണ്ട് ജിസ്പേയിലേക്ക്. കാരണം ഫുൾ ഓഫ് റോഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള പ്ലേസാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല തണുണ്ട് കേട്ടോ ഗൈസ്. കാരണം ഇവിടെ ഇപ്പോൾ ലോറി ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു പോവണ്ട, നല്ല തണവാണ്, പോവാണ്ടിരിക്കുകയാണ് നല്ലതെന്നാണ് പറഞ്ഞത്. പക്ഷെ അറിയില്ല, നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന്. ഒന്നുമില്ല, ഇന്ന് കുറച്ച് ചാവും. ഓക്കെ. അപ്പോൾ നമ്മളിത് ബാക്ക് ടു ഹിമാചൽ പ്രദേശ്. നമ്മളിപ്പോൾ ഒരു വലിയൊരു ഓഫ് റോഡ് കഴിഞ്ഞപ്പോൾ നിൽക്കുകയാണ് കത്തിച്ചല്ലോ. ശരിക്കും നല്ല ഡീപ്പുള്ളൊരു ഓഫ് റോഡായിരുന്നു അത്. നല്ല തണവുണ്ട് കേട്ടോ. ഞാൻ റെയിൻകോട്ടിൻ്റെ പാൻറ്റൊക്കെ ഇട്ടുണ്ട് ഇപ്പോൾ. അതായിരുന്നു പാലം ക്രോസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ ചേട്ടായിമാരെ നമുക്ക് സച്ചൊന്ന് കിട്ടി. അപ്പോൾ അവരായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
എങ്ങനെയുണ്ട്? അടിപൊളിയായി. വേറെ ലെവൽ ഓഫ് റോഡ് കേട്ടാ. ഞാൻ എങ്ങനെ കയറി വന്നത് ആദ്യം ഞാൻ ക്യാമറ ഓൺ ചെയ്യാനായിട്ട് മുന്നേ ഒരു വലിയൊരു വെള്ളച്ചാട്ടമായിരുന്നു, വെള്ളമായിരുന്നു. അത് ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, എന്തായാലും അവിടെ കാല് കുത്തി ഷൂ ഒക്കെ നനയുമെന്ന് വിചാരിച്ചത് കേട്ടാ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഒന്നും ആയില്ല. ബാക്കി തന്നെ കാണണേ. ആ